नमस्ते। सब कैसे हो? ठीक है ना? കഴിഞ്ഞ ക്ലാസ്സിൽ പ്രേംചന്ദ് എഴുതിയ ബഡേ ഘർ കി ബേട്ടി എന്ന കഥയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ളത്. ആ കഥയുടെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം അതിൽ ഗൗരിപൂർ എന്ന ആ ഗ്രാമത്തിലെ ഭൂവുടമയും അതുപോലെ കണക്കപ്പിള്ളയുമായിരുന്നു ഭേനി മാധവ് സിംഗ്. ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഭേനി മാധവ് സിംഗിൻ്റെ കാലമായപ്പോഴത്തേക്കും മുത്തച്ഛന്മാരായി ഉണ്ടാക്കിയെടുത്ത സമ്പത്തെല്ലാം ഭേനി മാധവ് സിംഗ് കോടതിയിൽ കേസ് വാദിക്കുന്നതിന് വേണ്ടി വക്കീലന്മാർക്ക് കൊടുത്ത് അതെല്ലാം നശിപ്പിച്ചു. ഒരു കാലത്ത് മുത്തച്ഛന്മാരുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ ആന വീടിന് പ്രൗഢിയായിട്ട് മുറ്റത്ത് ആന ഉണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ഒരു എല്ലും തോലുമായിട്ടുള്ള കിഴവിയായിട്ടുള്ള ഒരു എരുമയാണ് ഉള്ളത്. പിന്നെ ഇദ്ദേഹത്തിന് 2 ആൺമക്കളാണ് ഉള്ളത്. മൂത്തവൻ ശ്രീകണ്ഠ് സിംഗ്, രണ്ടാമത്തവൻ ലാൽ ബിഹാരി സിംഗ്. മൂത്തവനായിട്ടുള്ള ശ്രീകണ്ഠ് സിംഗ് പഠിക്കാനൊക്കെ മിടുക്കനായതുകൊണ്ട് അദ്ദേഹം പഠിച്ചു, BA ഡിഗ്രിയൊക്കെ നേടി ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. എന്നാൽ ഇളയവനായ ലാൽ ബിഹാരി സിംഗ് പഠനത്തിൽ മോശക്കാരനായിരുന്നു. പക്ഷെ കാണാൻ നല്ല സുന്ദരനും ആരോഗ്യവാനുമൊക്കെയായ ആളായിരുന്നു. കാരണം വീട്ടിൽ എരുമയെ കറക്കുമ്പോൾ കിട്ടുന്ന പാല് എന്നും പതിവായി രാവിലെ കുടിക്കാറുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ആരോഗ്യവാനായി നല്ല സുന്ദരനായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ മൂത്തവനായിട്ടുള്ള ശ്രീകണ്ഠ സിംഗ് പഠനം, ജോലി, ഈ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നടന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ആരോഗ്യമൊന്നും അത്രയ്ക്ക് ഇല്ല. മാത്രമല്ല മുഖത്തിൻ്റെ ഒരു ടെൻഷനും കാരണങ്ങളൊക്കെ ആയിട്ട് മുഖത്തിൻ്റെ ഒരു ശോഭ, ഒരു ഭംഗി, ഒരു കാന്തി അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആയുർവേദ മരുന്നുകളിലൊക്കെ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് രാവിലെയും വൈകുന്നേരവുമൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ ഇടിക്കുന്നതും പൊടിക്കുന്നതുമൊക്കെയായ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെയുള്ള ആയുർവേദ ഡോക്ടർമാരുമായൊക്കെ ആയിട്ട് സമീപിച്ച് അവരിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള മരുന്നുകളും മറ്റും അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടിക്കുന്നതും പൊടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ശബ്ദം അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് എല്ലാ ദിവസവും കേൾക്കാം. പക്ഷേ മൂത്തവനായിട്ടുള്ള ശ്രീകണ്ഠ സിംഗ് വളരെയധികം പഠനം, അതായത് പഠിച്ച് ഡിഗ്രിയൊക്കെ നേടിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പാശ്ചാത്യ സംസ്കാരത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനോടായിരുന്നു, പ്രത്യേകിച്ചും നാട്ടിൻപുറത്തെ സംസ്കാരത്തിനോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞു. കാരണം നാട്ടിൻപുറത്ത് എന്നൊക്കെ പറയുമ്പോൾ ഗ്രാമങ്ങളിലൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും ഒക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു കാലം. അപ്പോൾ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊക്കെ ഇഷ്ടപ്പെടുകയും അത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീകണ്ഠ സിംഗ്. അപ്പോൾ ശ്രീകണ്ഠ സിംഗ് ആ പ്രദേശത്തുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും മറ്റും മുൻകൈ എടുത്തിട്ട് സമൂഹത്തിലിറങ്ങി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അപ്പോൾ ശ്രീകണ്ഠ സിംഗിൻ്റെ ഈ ഒരു മനോഭാവം, അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിലനിന്ന് പോകണമെന്നും അതിന് സ്ത്രീകൾ കല്യാണമൊക്കെ കഴിച്ചിട്ട് വരുന്ന
പെൺകുട്ടികൾ അത് മനസ്സിലാക്കി ജീവിക്കണമെന്നും ഒക്കെ അദ്ദേഹം ഇങ്ങനെ എല്ലാവരെയും ബോധവൽക്കരണമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ ഇദ്ദേഹത്തിനോട് ഒരു വിരോധം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ മനോഭാവം അവിടെയുള്ള സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയൊന്നും ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ശ്രീകണ്ഠ സിംഗിൻ്റെ ഈ നിലപാട്, ഈ മനോഭാവം അവർക്കൊന്നും തീരെ പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശത്രുവിനോടെന്ന പോലെ അവരൊക്കെ ശ്രീകണ്ഠ സിംഗിനെ നോക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ആ പ്രദേശത്തുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ആളുകൾക്കിടയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെ പോന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ്. ആനന്ദി എന്നാണ് പെൺകുട്ടിയുടെ പേര്, ഭാര്യയുടെ പേര്. അപ്പോൾ ആനന്ദിയുടെ അച്ഛൻ വലിയ ഉടമയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ആൺകുട്ടി പോലും ഉണ്ടായില്ല എന്നതാണ് സങ്കടകരം. അദ്ദേഹത്തിന് 7 പെൺമക്കളായിരുന്നു. അപ്പം അതിൽ ആദ്യത്തെ 3 പെൺകുട്ടികളെ ആർഭാടമായിട്ട് വിവാഹമൊക്കെ കഴിച്ചു വിട്ടു. 4ാമത്തെ പെൺകുട്ടിയായിരുന്നു ആനന്ദി. അപ്പോൾ അവൾ മറ്റു പെൺകുട്ടികളെക്കാളൊക്കെ സുന്ദരിയായിരുന്നു, നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആനന്ദിയുടെ അച്ഛന് അവളോട് ഒരു പ്രത്യേക വാത്സല്യം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ആനന്ദിക്ക് വിവാഹപ്രായമായി, വിവാഹാലോചനകളൊക്കെ നടക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഒരിക്കൽ ഇവരുടെ വീട്ടിലേക്ക്, ആനന്ദിയുടെ വീട്ടിലേക്ക് ശ്രീകണ്ഠ സിംഗ് എന്തോ ഒരു ധനശേഖരണാർത്ഥം, എന്തോ ഒരു പിരിവിന് വേണ്ടിയിട്ട് അദ്ദേഹം ആനന്ദിയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആനന്ദിയുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആനന്ദിയുടെ അച്ഛന് ശ്രീകണ്ഠ സിംഗിനെ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വീട്ടുകാർ ആലോചിച്ച് ശ്രീകണ്ഠ സിംഗിൻ്റെയും ആനന്ദിയുടെയും വിവാഹം നടക്കുന്നു. അങ്ങനെ വിവാഹം വളരെ ആഘോഷപൂർവ്വം നടന്നു. ആനന്ദി വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ അവളുടെ വീട്ടിലെ അന്തരീക്ഷം ആയിരുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിൽ. അവളുടെ വീട്ടിൽ വളരെയധികം സുഖലോലുപതയിൽ ജീവിച്ച് വന്ന പെൺകുട്ടിയായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ആ വക കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ പുറത്തൊക്കെ ഇട്ട് നടക്കാനായിട്ടുള്ള ചെരുപ്പ്, അതായത് അവളുടെ വീട്ടിൽ പൂന്തോട്ടവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നടക്കുമ്പോൾ ഉപയോഗിക്കാറുള്ള ചെരുപ്പ് ഒക്കെ അതുപോലും അവൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഭർത്താവിൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ഉദ്യാനം, പൂന്തോട്ടം ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ആദ്യമൊക്കെ വളരെയധികം മനസ്സിന് വളരെയധികം പ്രയാസം ഉണ്ടായി. ഒരു പൂന്തോട്ടം പോയിട്ട് നല്ല പോലെ ഉള്ള ഒരു മുറി, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ വാതിലുകളും ജനലുകളും പോലും നല്ല വൃത്തിയായിട്ടുള്ളത് പോലും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയായിരുന്നു ശ്രീകണ്ഠ സിംഗിൻ്റെ വീട്ടിൽ. പക്ഷെ എന്നാലും ആനന്ദി ഭർത്താവിൻ്റെ വീട്ടിലെ അവസ്ഥയുമായിട്ട് അനുകൂൽ ബനാലിയ പൊരുത്തപ്പെട്ട് വന്നു. കുറച്ച് ദിവസങ്ങളെടുത്തെങ്കിലും അവൾ ആ കുടുംബത്തിലെ അന്തരീക്ഷവുമായിട്ട് പൊരുത്തപ്പെട്ട് വന്നു. അപ്പോൾ വലിയ വീട്ടിൽ ജനിച്ച് വളർന്ന പെൺകുട്ടിയാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിൽ അത് അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിലും അവൾ അതിൽ പരിഭവവും പരാതിയും ഒന്നും പറയാതെ, പ്രകടിപ്പിക്കാതെ ആ ഒരു അവസ്ഥയോട് യോജിച്ചു, പൊരുത്തപ്പെട്ടു. ഇതാണ് നമ്മൾ ആദ്യ ഭാഗം പറഞ്ഞ് നിർത്തിയത്. ഇനി ഇന്ന് ഇതിൻ്റെ ബാക്കി കുറച്ച് ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഇനി വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു. അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് അവൾ പൊരുത്തപ്പെട്ടു. അപ്പോൾ ഭർത്താവിൻ്റെ അനുജനുണ്ട്, അതുപോലെ തന്നെ അനുജൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഭർത്താവിൻ്റെ അച്ഛനുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകുടുംബമാണ് ഇവരുടേത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിൽ
നടക്കുന്ന ഒരു സംഭവമാണ് ഇനി പറയുന്നത്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. एक दिन दोपहर के समय लाल बिहारी सिंह 2 चिड़िया लिए हुए आया और बावज से बोला, जल्दी से पका दो, मुझे भूख लगी है. एक दिन दोपहर के समय, ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ശ്രീകണ്ഠ സിംഗിൻ്റെ അനുജൻ ലാൽ ബിഹാരി സിംഗ് ദോ ചിടിയ ലായി, രണ്ട് പക്ഷികളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഭാവജ് സേ ഭോല, ജ്യേഷ്ഠത്തി അമ്മയോട്, അതായത് നമ്മുടെ ആനന്ദിയോട് പറഞ്ഞു, ജൽദി സേ പക്കാദോ, ഇതൊന്ന് എത്രയും വേഗം പാചകം ചെയ്തു തരണം. മുझे ഭൂക്ക് ലഗി ഹെ, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. അപ്പോൾ 2 പക്ഷികളെ കൊണ്ടുവന്നു, അത് ജ്യേഷ്ഠത്തി അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊന്ന് പെട്ടെന്ന് പാചകം ചെയ്ത് തരണം, എനിക്ക് വിശക്കുന്നു. ആനന്ദി ഭോജൻ ബനാക്കർ ഉസ്കി രാഹ് ദേഖ് രഹി ഥി. അപ്പോൾ ആനന്ദി ഭോജൻ ബനാക്കർ, ആനന്ദി ഭക്ഷണം തയ്യാറാക്കി, ഉസ്കി രാഹ് ദേഖ് രഹി ഥി, അനുജൻ വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയായി, അവൾ അനുജൻ വരുന്നതും നോക്കി ഇരിക്കുകയായിരുന്നു. अब वह नया व्यंजन बनाने बैठी. हांडी में देखा तो घी पाव भर से अधिक न था. അങ്ങനെ കൊണ്ടുവന്നു കൊടുത്ത പക്ഷികളുണ്ടല്ലോ, അപ്പോൾ അതിനെ പാചകം ചെയ്യണം. പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കയറി അവൾ അതൊക്കെ എല്ലാം വൃത്തിയാക്കി പാചകത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ ഹാണ്ടി മേം ദേഖ, ഹാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണിയിൽ നോക്കി, ഘീ പാവ് ഭർസെ അധിക് നഥ, അപ്പോൾ അവർ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഘീ, നെയ്യാണ്. അപ്പോൾ ആ ഭരണിയിൽ നെയ്യ് പാവ് ഭർസെ അധിക് നഥ, ആ ഭരണിയുടെ പാവ് ഭർ, കാൽഭാഗത്തിൽ കൂടുതൽ ഇല്ല, കഷ്ടി കാൽഭാഗത്തോളം നെയ്യാണ് ആ ഭരണിക്കകത്ത് കണ്ടത്. അപ്പോൾ ഇതിനെ പാചകം ചെയ്യാനായിട്ട് അത് തികയാതെ വരുന്നൊരവസ്ഥ. ബഡേ ഘർ കി ബേഠി കിഫായത്ത് ക്യാ ജാനെ. അപ്പോൾ ബഡേ ഘർ കി ബേട്ടി, അത് വലിയ വീട്ടിലെ, നല്ല സമ്പത്തുള്ള കുടുംബത്തിലെ പെൺകുട്ടിയല്ലേ. കിഫായത്ത് ക്യാ ജാനെ, കിഫായത്ത് മിതവ്യയം, അതായത് കുറച്ച് മാത്രം ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ള സ്വഭാവം അത് അവൾക്കില്ല. കാരണം അവളുടെ വീട്ടിലെല്ലാം ഇഷ്ടം പോലെ ആയിരുന്നുവല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ശീലം അവൾക്ക് ഇല്ല, മിതവ്യയം അവൾക്ക് അറിയില്ല. ഉസ്നെ സബ് ഘി മാംസ് മേം ഡാൽ ദിയ. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ മാംസം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൾ അതിലുണ്ടായിരുന്ന നെയ്യ് മുഴുവൻ, അതായത് കാൽ ഭരണിയോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ നെയ്യ് മുഴുവൻ അവൾ അതിലേക്ക് ഡാൽ ദിയ, ഒഴിച്ചു. ലാൽ ബിഹാരി ഖാനെ ബൈഠാത്തോ ദാൽ മേം ഘീ നഥ. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വച്ചു. അനിയൻ വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നല്ലോ. ലാൽ ബിഹാരി ഖാനെ ബൈഠ, അങ്ങനെ അനുജൻ ലാൽ ബിഹാരി ഖാനെ ബൈഠ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. തോ ദാൽ മേം ഘീ നഥ. അപ്പോൾ അവർക്ക് ദാൽ, പരിപ്പ് വളരെ പ്രധാനമാണ്. ഇത് കേരളത്തിൽ നടക്കുന്ന കഥയല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഉത്തരേന്ത്യയിൽ അവർക്ക് പരിപ്പ് വളരെ പ്രധാനമാണ് ഭക്ഷണത്തിൻ്റെ കൂടെ, പരിപ്പ് വേവിച്ചത്, നെയ്യും. അപ്പോൾ ഇവിടെയും ലാൽ ബിഹാരി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നപ്പോൾ ദാൽ മേം ഘീ നഥ, ദാൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ ചേർക്കാനായിട്ട് ഘീ, നെയ്യ്, നഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് നിർബന്ധമാണ് പരിപ്പും നെയ്യും ചേർത്തിട്ട്
ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. അപ്പം പരിപ്പുണ്ട്, അതിൽ ചേർക്കാൻ നെയ്യില്ല. ഭോല ചോദിച്ചു, ഏട്ടത്തിയമ്മയോട് ചോദിച്ചു, ദാൽ മേം ഘീ ക്യോം നഹീം ഛോടാ? അല്ല, പരിപ്പിൽ എന്തേ നെയ്യ് ചേർക്കാതിരുന്നത് എന്ന് ചോദിച്ചു. പരിപ്പിനകത്ത് നെയ്യ് ചേർത്തിട്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ആനന്ദീനെ കഹ. അപ്പം അനുജൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആനന്ദി പറഞ്ഞു, ഘീ സബ് മാംസ് മേം പട് ഗയാ. ഘീ സബ് മാംസ് മേം പട് ഗയാ. ഉണ്ടായിരുന്ന നെയ്യ് മുഴുവൻ മാംസത്തിൽ ചേർത്തു. ലാൽ ബിഹാരി ജോർ സേ ഭോല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ലാൽ ബിഹാരിക്ക് ദേഷ്യം വന്നു. അപ്പം അദ്ദേഹം ജോർ സേ ഭോല, ഉച്ചത്തിൽ ചോദിച്ചു, അഭി പർസോം ഘീ ആയാ ഹെ? അല്ല, പർസോം ഘീ ആയ, കഴിഞ്ഞ ദിവസമല്ലേ നെയ്യ് കൊണ്ടുവന്നത്. ഇത്തനാ ജൽദ് ഉഠ് ഗയ, ഇത്ര വേഗം അതൊക്കെ തീർന്നു പോയോ? ദേഷ്യത്തോടു കൂടിയിട്ട് അനുജൻ ചോദിക്കുകയാണ്. ആനന്ദീനെ ഉത്തർ ദിയ. അപ്പോൾ ആനന്ദി അതിന് മറുപടി പറഞ്ഞു, ആജ് തോ കുൽ പാവ് ഭർ ഹോ രഹാ ഹോഗ. അതായത് ഇന്ന് നെയ്യ് വെക്കുന്ന പാത്രത്തിൽ ഏകദേശം ഒരു 1/4 പാത്രം നെയ്യാണ് ഉണ്ടായിരുന്നത്. വ സബ് മേനെ മാംസ് മേം ഡാൽ ദിയ. അപ്പോൾ ആ നെയ്യ് മുഴുവൻ ഞാൻ ഇന്ന് മാംസ് മേം ഡാൽ ദിയ, ഈ മാംസം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർത്തു എന്ന് പറഞ്ഞു. ജിസ് തരഹ് സൂഖി ലഡ്കി ജൽദി സെ ജൽ ഉഠ്തി ഹെ, ഉസി തരഹ് क्षुधा से बावला मनुष्य ज़रा ज़रा सी बात पर तिनक जाता है. അപ്പോൾ ക്ഷുധ, വിശപ്പ് കൊണ്ട് ഇങ്ങനെ ഭാവല മനുഷ്യ, ഭാവല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, വിശന്നിട്ട് ഭ്രാന്താവുക എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അപ്പം അതുപോലെ വിശന്ന് ഇങ്ങനെ വല്ലാതെ വിശന്ന് അങ്ങനെ സഹിച്ചിരിക്കുന്ന ലാൽ ബിഹാരിക്ക് ഈ വാക്കുകൾ വല്ലാത്ത അരിശമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അയാൾ ദേഷ്യത്തോടു കൂടി പറയാണ്, മേം മൈക്കെ മേം തോ ചാഹേ ഘീ കി നദി ബഹത്തി ഹോ. എന്താ അയാൾ പറയണത്? മൈക്കെ മേം, മൈക്കെ എന്ന് പറഞ്ഞാൽ മാം കെ ഘർ. അതെ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അമ്മയുടെ വീട്ടിൽ, അതായത് നിങ്ങളുടെ വീട്ടിൽ ഘർ കി ചാഹേ ഘീ കി നദി ബഹത്തി ഹോ. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നെയ്യിൻ്റെ നദി തന്നെ ഒഴുകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ നെയ്യിൻ്റെ നദി തന്നെ ഒഴുകുന്നുണ്ടായിരിക്കാം എന്ന് വെച്ച് അവിടുത്തെ പോലെ ഇവിടെയും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ വീട്ടിൽ നെയ്യ് ചിലപ്പോൾ നദി പോലെ ഒഴുകുന്നുണ്ടായിരിക്കും, അത്രയും സമ്പത്തുള്ള വീട്ടിലത്തെയാണല്ലോ. അപ്പോൾ അതേപോലെ ഇവിടെ അങ്ങനെ പറ്റുമോ എന്ന് ലാൽ ബിഹാരി ദേഷ്യത്തോടു കൂടി ചോദിച്ചു. സ്ത്രീ ഗാലിയാം സഹലേത്തി ഹേ, മാർ ഭി സഹലേത്തി ഹേ, पर മൈക്കെ की നിന്ദ ഉസ്സെ നഹീം സഹി ജാതി. അപ്പോൾ ആനന്ദിയെ സംബന്ധിച്ചിടത്തോളം ഗാലിയാം സഹലേത്തി ഹേ, ആനന്ദി എന്നല്ല ഏതൊരു സ്ത്രീക്കും ഗാലിയാം വഴക്ക്, ചിലപ്പോൾ വല്ലാതെ വഴക്ക് പറഞ്ഞാലും അവരത് സഹലേത്തി ഹേ സഹിച്ചെന്ന് വരും. മാർ ഭി സഹലേത്തി ഹേ, ചിലപ്പോൾ ഒരു മാർ ഭി അടിച്ച് അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചാൽ അതും ചിലപ്പോൾ സഹലേത്തി സഹിച്ചെന്ന് വരാം. പക്ഷേ മൈക്കേക്ക് നിന്ദ ഉസ്സേ നഹി സഹി ജാതി. മൈക്കേക്ക് നിന്ദ, അതായത് സ്വന്തം വീടിനെ കുറിച്ചിട്ട് നിന്ദിക്കുമ്പോൾ അത് സഹ് നഹി ജാതി, അത് അവർക്ക് സഹിക്കാനാവില്ല. അപ്പോൾ ആനന്ദി എന്നല്ല ഏതൊരു സ്ത്രീയുടെ കാര്യം എടുത്തു നോക്കിയാലും വഴക്ക് ചിലപ്പോൾ ഒരുപാട് വഴക്കുകൾ കേൾക്കേണ്ടി വന്നാലും അത് സഹിച്ചെന്ന് വരും. അടി കിട്ടിയാൽ, അടി കൊണ്ടു കഴിഞ്ഞാൽ അതും അവർ ചിലപ്പോൾ സഹിച്ചെന്നിരിക്കും. പക്ഷേ വീടിനെയും വീട്ടുകാരെയും കുറിച്ച് നിന്ദിക്കുന്നത് ഒരിക്കലും ഒരു സ്ത്രീക്കും സഹിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ആനന്ദിക്കും ഇത് സഹിക്കാൻ പറ്റിയില്ല. അനുജൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നെയ്യിൻ്റെ ഒരു പുഴ തന്നെ ഒഴുകുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആനന്ദിയെ മാത്രമല്ല ആനന്ദിയുടെ വീട്ടുകാരെ ഉൾപ്പെടെയാണല്ലോ അയാൾ അങ്ങനെ നിന്ദിച്ച് സംസാരിച്ചത്. അപ്പോൾ ആനന്ദിക്ക് അതിഷ്ടപ്പെട്ടില്ല. ആനന്ദി
മുഹ് ഫേർ കർ ഭോലി. അപ്പോൾ ആനന്ദി അത് കേട്ടിട്ട് മുഹ് ഫേർ കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു മുഖം അനിഷ്ടഭാവത്തോട് കൂടിയിട്ട് ആനന്ദി പറഞ്ഞു, ഹാത്തി മരാ ഭീ തോ 9 लाख का, വഹാം ഇത്തന ഘീ നിത്യ നായി കഹാർ ഘ ജാത്തെ ഹെ. എന്താ ആനന്ദി പറയുന്നത്? അതെ, ഇത്രയും നെയ്യ്, അതായത് ഇന്ന് ഞാൻ പാചകം ചെയ്യാനെടുത്ത നെയ്യുണ്ടല്ലോ, ഇത്രയും നെയ്യ് എൻ്റെ വീട്ടിൽ നായി കഹാർ ഘ ജാത്തേ ഹെ, അതായത് എൻ്റെ വീട്ടിലെ വേലക്കാർ കഴിക്കാൻ മാത്രം എടുക്കുന്ന അത്രയേ ഉള്ളൂ എന്ന് ആനന്ദിയും മറുപടി കൊടുത്തു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പാചകം ചെയ്യാനെടുത്ത നെയ്യ് എൻ്റെ വീട്ടിലെ വേലക്കാർക്ക് ഒരു നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ എന്ന് ആനന്ദിയും തിരിച്ച് മറുപടി കൊടുത്തു, അനുജനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് അനുജനും ഇഷ്ടപ്പെടില്ലല്ലോ ആ സംസാരം. ലാൽ ബിഹാരി ജൽ ഗയ. ഏട്ടത്തിയമ്മയുടെ വാക്ക് കേട്ടപ്പോൾ ലാൽ ബിഹാരി ജൽ ഗയ, ആകെ ദേഷ്യം കൊണ്ട് അങ്ങ് വിറച്ചുപോയി. ധാലി ഉഠാക്കർ പലട്ട് ദി. മുന്നിലിരുന്ന ഭക്ഷണം നിറച്ച ധാലി, പ്ലേറ്റ്, ഉഠാക്കർ എടുത്ത് പലട്ട് ദി, എടുത്തങ്ങ് വലിച്ചെറിഞ്ഞു. ഔർ ഭോല, എന്നിട്ട് പറഞ്ഞു, ജി ചാഹ്താ ഹേ ജീബ് പക്കട് കർ ഖീഞ്ച് ലൂം. എന്താ ഏട്ടത്തിയമ്മയാണെന്നുള്ള ബോധമില്ല, എന്താ വിളിച്ചു പറയണത്? ജീബ് പക്കട് കർ ഖീഞ്ച്, അതേ നാക്ക് ഞാൻ പിടിച്ച് പിഴുതെടുക്കും എന്ന് ഏട്ടത്തിയമ്മയുടെ അടുത്ത് ലാൽ ബിഹാരി ദേഷ്യം കൊണ്ട് ഇങ്ങനെ ഉറഞ്ഞ് നിന്നുകൊണ്ട് സംസാരിച്ചു. ആനന്ദി കോ ഭി ക്രോധ് ആ ഗയ. അപ്പോൾ ഈ സംസാരവും പ്രവൃത്തിയും കണ്ട് ആനന്ദിക്കും ദേഷ്യം വന്നു. മുഹ്ലാൽ ഹോ ഗയ, അവളുടെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് ചുവന്നു പോയി. അവൾ പറഞ്ഞു, വഹ് ഹോത്തെ തോ ആജ് ഇസ്കാ മസ ചഖാത്തെ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് അവളും തിരിച്ചു പറയുന്നു. അബ് അപഠ് ഉജഡ് ഠാക്കൂർ സെ ന രഹ് ഗയ, ഉസ്കി സ്ത്രീ ഏക്ക് സാധാരണ ജമീന്ദാർ കി ബേഠി ദി. അപ്പം ഈ ലാൽ ബിഹാരിയുടെ ഭാര്യ, ലാൽ ബിഹാരി അൻപഡ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളാണ്. കാണാൻ സൗന്ദര്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വിദ്യാഭ്യാസമൊന്നും ഇല്ല ലാൽ ബിഹാരിക്ക്. അതേപോലെ തന്നെയായിരുന്നു ഉസ്കി സ്ത്രീ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും, ലാൽ ബിഹാരിയുടെ ഭാര്യയും അതേപോലെ ഒരു വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണ ജമീന്ദാർ കി ബേട്ടി, സാധാരണ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടി തന്നെയായിരുന്നു ഇയാളുടെ ഭാര്യയും. അപ്പോൾ ഭാര്യയ്ക്ക് ഇതുപോലെ ലാൽ ബിഹാരിയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അടി കൊള്ളാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വഭാവം ലാൽ ബിഹാരി ജ്യേഷ്ഠത്തി അമ്മയുടെ അടുത്തും പ്രവർത്തിക്കുകയാണ്. ജബ് ജി ചാഹ്താ ഉസ് പർ ഹാത്ത് സാഫ് കർ ലിയാ കർത്താ താ, ഘടാവും ഉടാക്കർ ആനന്ദി കി ഓർ ജോർ സേ ഫേങ്കി. അപ്പോൾ ഭാര്യയോട് പെരുമാറുന്നത് പോലെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രവണത ഇവിടെ ജ്യേഷ്ഠത്തി അമ്മയോടും അയാൾ കാണിക്കുകയാണ്. എന്താ ചെയ്തത്? ദേഷ്യം കൊണ്ട് അയാൾ എഴുന്നേറ്റു, ഭക്ഷണം വെച്ച പാത്രമൊക്കെ എടുത്ത് തട്ടി മറിച്ച് കളഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ടോ ഘടാവു ഉടാക്കർ, ഘടാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെതിയടി, അതായത് പണ്ടൊക്കെ ചെരുപ്പിന് ഒരു മെതിയടി മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു തരം ചെരുപ്പാണ് മെതിയടി, നല്ല കനം കണ്ടായിരിക്കും. അപ്പോൾ ആ മെതിയടി എടുത്തുകൊണ്ട് ആനന്ദിക്ക് ഓർ ജോർ സേഫേങ്കി, ആനന്ദിയുടെ നേർക്ക് ശക്തിയിലങ്ങ് എറിഞ്ഞു. ദേഷ്യം കൊണ്ടേ ഭാര്യയെ തല്ലുന്ന പോലെ മെതിയടി എടുത്ത് ജ്യേഷ്ഠത്തി അമ്മയുടെ നേർക്ക് അങ്ങോട്ട് എറിഞ്ഞു, വീശി എറിഞ്ഞു. ഔർ ഭോല ജിസ്കെ ഗുമാൻ പർ ഫൂലി ഹുയി ഹോ ഉസേ ബി ദേഖൂങ്ക ഔർ തുമേം ഭി. കുറേ ജ്യേഷ്ഠത്തി അമ്മയെ കുറേ അങ്ങോട്ട് ചീത്ത വിളിച്ചിട്ട് മെതിയടി എടുത്തിട്ട് എറിഞ്ഞു. ആനന്ദിനെ ഹാത്ത് സേ ഘടാവും രോക്കി. ആനന്ദി ഹാത്ത് സേ ഘടാവു രോക്കി, ആനന്ദി കൈകൊണ്ട് ഘടാവു ആ മെതിയടി രോക്കി, തടഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തിയായിട്ട് എറിഞ്ഞതാണ്. അപ്പോൾ തൻ്റെ നേർക്ക് വരുന്ന മെതിയടി ആനന്ദി കൈകൊണ്ട് തടഞ്ഞു. സിർ ബച്ച് ഗയ, കൈകൊണ്ട് തടഞ്ഞതുകൊണ്ട് സിർ ബച്ച് ഗയ, തലയിൽ തട്ടാതെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നേരെ തലയിലായിരിക്കും വന്ന് തട്ടുക. അപ്പോൾ നല്ല മുറിവ് പറ്റാൻ കാരണം കുറച്ച് കനമുള്ള സംഗതിയാണ് മെതിയടി. അപ്പോൾ അത് എറിഞ്ഞപ്പോൾ അവൾ കൈകൊണ്ട് തടുത്തു, അതുകൊണ്ട് തല
രക്ഷപ്പെട്ടു. പർ ഉംഗലി മേ ബഡി ചോട്ട് ആയി, പക്ഷേ ഉംഗലി കൈവിരലിൽ ബഡി ചോട്ട് ആയി, വലിയ മുറിവ്, അത്യാവശ്യം വലിയൊരു മുറിവ് ഉണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ തടുത്തപ്പോൾ അത് വന്ന് ശക്തിയായിട്ട് തട്ടിയപ്പോൾ കയ്യിൽ മുറിവ് പറ്റി. ക്രോധ കെ മാരെ ഹവാ സെ ഹിൽത്തെ പത്തേ കി ഭാന്തി കാംപ്തി ഹുയി അപ്നെ കമരെ മേം ആക്കർ ഖടി ഹോ ഗയി. അപ്പോൾ ക്രോധ കെ മാരെ, ദേഷ്യം കൊണ്ട് അവൾ എന്ത് ചെയ്യൂ, പിന്നെ കാംപ്തി ഹുയി, വിറച്ച്, ദേഷ്യം കൊണ്ട് ഇങ്ങനെ വിറച്ചിട്ട് അവൾ അപ്നെ കമരെ മേം ആക്കർ ഖടി ഹോയി, നേരെ അവളുടെ മുറിയിൽ കയറി. സ്ത്രീ കാ ഭൽ ഔർ സാഹസ് മാൻ ഔർ മര്യാദ പതി തക് ഹെ. അപ്പോൾ ഒരു സ്ത്രീക്ക് എപ്പോഴും അവളോട് സംയമനം പാലിച്ച് പ്രവർത്തിക്കാനും സംസാരിക്കാനുമൊക്കെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നത് അവളുടെ ഭർത്താവായിരിക്കും. അപ്പോൾ ഇവിടെ ആനന്ദിയുടെ ഭർത്താവ് വീട്ടിലില്ല, അദ്ദേഹം ജോലി സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഉസ്സെ അപ്നെ പതി കെ ഹി ബൽ ഔർ പുരുഷത്വ കാ ഗമണ്ഡ് ഹോതാ ഹെ ആനന്ദി ഘൂൻ കാ ഘൂണ്ട് പീ കർ രഹ് ഗയി. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ആനന്ദിയുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയം അപ്പോൾ അവൾ ഇത് സങ്കടങ്ങളെല്ലാം സഹിച്ച്, അപ്പോൾ അത് ശരിക്കും അവൾ അപമാനിതയായിരിക്കുകയാണ് അനുജൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ പ്രവൃത്തി കാരണം. അപ്പോൾ ആ അപമാനം സഹിച്ച് അവൾ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് വരുന്നത് വരെ അവളുടെ മുറിയിൽ തന്നെ ഇരുന്നു. പിന്നെ ആ വീട്ടിലെ മറ്റുള്ളവരുമായിട്ടും അല്ലെങ്കിൽ അനുജനോ അനുജൻ്റെ ഭാര്യയോ ആയിട്ടൊന്നും അവൾ ഒന്നും സംസാരിക്കാനോ ഒന്നിനും പോയില്ല. ഭർത്താവിൻ്റെ വരവും കാത്ത് അവൾ അവളുടെ മുറിയിൽ തന്നെ കഴിച്ചു, ഈ അപമാനം സഹിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നമുക്ക് എടുത്തു നിർത്താം. അപ്പോൾ ഇതിൻ്റെ കഥയുടെ ബാക്കി അടുത്ത ക്ലാസ്സിൽ വീണ്ടും തുടരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ധന്യവാദം.